ഇവിടെ അടുത്ത ഒരു ഏരിയയിൽ പ്രണയവുമായി ബന്ധപ്പെട്ട തലത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. രണ്ട് രൂപത്തിലാണ്. ഒന്ന്, പ്രണയത്തിൽ അകപ്പെടുകയും എന്നാൽ അതിൽ നിന്ന് പിന്മാറണം എന്നുണ്ട്, പക്ഷേ പരിഹാരമില്ല, അപ്പോൾ വിവാഹം അതിനൊരു പരിഹാരമാകുമോ? രണ്ടാമത്തത്, ഇപ്പോഴും പ്രണയത്തിൽ തന്നെയാണ്, പക്ഷേ ചാറ്റിങ്ങും അതുപോലത്തെ ബന്ധങ്ങളും ഒന്നും തന്നെ ഇല്ല, പ്രായമെത്തുമ്പോൾ ഞങ്ങൾ വിവാഹം കഴിക്കും, അതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ് രണ്ട് രൂപത്തിലുള്ള ചോദ്യങ്ങൾ. നമ്മുടെ ഈ സെഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ധാരാളമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വിചാരിച്ചാൽ, സാധാരണ ഏത് റിലേഷനും എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാകാൻ പറ്റും. നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് വിചാരിച്ചോളൂ, കുറച്ച് പ്രശ്നങ്ങളായി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വാക്കുതർക്കങ്ങൾ ഉണ്ടായാൽ തൽക്കാലം അവൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് നമ്മൾ വെക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ അഫെയറിൽ പെട്ടുപോകുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ചില പെൺകുട്ടികൾക്ക് പൂർണ്ണമായിട്ടൊരു കൺവിൻസ്ഡ് ആവും, ഇതൊരിക്കലും എനിക്ക് പറ്റില്ല, എനിക്ക് 100% ഇത് ദോഷകരമാണ് നമ്മൾ മനസ്സിലാക്കി കൊടുത്താൽ എന്താ സംഭവിക്കുക? ഈ പെൺകുട്ടികൾ ഇരുന്ന് ഇങ്ങനെ മൗനമായി കരയും, ഒരു മറുപടിയും പറയാതെ. അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താണ് ഒന്നും പറയാത്ത. അപ്പോൾ അവർ പറയുക എന്താ വെച്ചാൽ, നിങ്ങൾ പറഞ്ഞത് പ്രകാരം 100% എനിക്ക് ഈ വിവാഹം പറ്റില്ലെന്ന് എനിക്കറിയാം, പക്ഷെ മനസ്സുകൊണ്ട് എനിക്കത് ഒഴിവാകാൻ സാധിക്കുന്നില്ല, ഞാൻ എന്തു ചെയ്യും എന്നാണ് പലപ്പോഴും പെൺകുട്ടികൾ ചോദിക്കാറുള്ളത്. ഒരു പക്ഷേ ഇതേ അവസ്ഥ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടായത് കൊണ്ടല്ല നിങ്ങൾക്ക് അവളോട് ഇത്ര ഇഷ്ടം തോന്നാനുള്ള കാരണം. അതെന്താ വെച്ചാൽ ജീവശാസ്ത്രപരമാണ്, ബയോളജിക്കലാണ്. ഒരാണും പെണ്ണും തമ്മിൽ എന്താണ്, ഇവൾ എൻ്റെതാണ് എന്ന ഒരു മനസ്സ് വന്നാൽ, അത് കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യുന്ന ജഅല ബൈനഹും മവദ്ദത്തൻ വറഹ്മ, ഒരു സ്നേഹവും കാരുണ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. അതെന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, വിവാഹിതരായ ആളുകൾ വളരെ പ്രതിസന്ധി നിറഞ്ഞ സമയത്തല്ലാതെ അവർ വേറിട്ട് പോകാൻ പറ്റില്ല. കാരണം കല്യാണം കഴിഞ്ഞ് ചെറിയൊരു മടുപ്പ് വന്നാൽ ആ കുട്ടികളുടെ ഭാവി അപകടത്തിലായി. അതുകൊണ്ട് അവർ തമ്മിൽ എന്ത് പ്രശ്നം വന്നാലും അവർ ഒന്നിച്ചു പോകണം. അത് വിവാഹിതർ തമ്മിൽ ആ മാനസിക ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി ആണും പെണ്ണും തമ്മിൽ അള്ളാഹു ഉണ്ടാക്കിയ ഒരു മാനസിക അടുപ്പാണ്. പക്ഷെ അത് അവിഹിതമായി സ്ഥാപിച്ചാലും വിഹിതമായി സ്ഥാപിച്ചാലും ഇത് ഉണ്ടാകും. ഉദാഹരണം ഞാൻ പറയാം, ഒരു പയ്യൻ വിവാഹം കഴിച്ച് നേരെ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ നിന്ന് അവൻ ആക്സിഡന്റ് പറ്റി, എന്ത് ചെയ്തു, ഈ സ്പെയിനിൽ അപകടം പറ്റിയിട്ട് എന്ത് ചെയ്തു, അരക്ക് താഴെ തളർന്നിട്ട് അവൻ നാട്ടിൽ തിരിച്ചു വന്ന്, അവൻ വിവാഹം കഴിച്ച് നേരെ പോയ ആളാണ്. ഭാര്യയെ വിളിച്ചിട്ട് അവൻ ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ഒരു ഭാര്യയെ ആവശ്യമില്ല, എനിക്ക് അരക്ക് താഴെ തളർന്നിരിക്കുകയാണ്, എന്നെ പരിചരിക്കണം എൻ്റെ വീട്ടുകാർ ചെയ്തോളൂ, എന്നെ പരിചരിക്കാൻ വേണ്ടി നിന്റെ ജീവിതം കളയേണ്ടതില്ല, അതുകൊണ്ട് നീ വേറെ വിവാഹം കഴിക്കണം, എന്നെ വിട്ട് നീ പോകണം, അതെൻ്റെ നിർബന്ധമായ ആവശ്യമാണെന്നാണ്. പക്ഷെ ആ പെൺകുട്ടി ഒരിക്കലും സമ്മതിച്ചില്ല. ഇന്നും അവൾ ഭാര്യയായി തുടരുന്നുണ്ട്. അവൾക്കറിയാം മരണത്തിൽ ഒരിക്കൽ ഇടക്ക് പോലും ഒരു ശാരീരിക ബന്ധം പോലും ഇയാളിന്ന് സാധ്യമല്ല. അവിടെ പിരിയാൻ കഴിയാത്തത് അള്ളാഹു വെച്ച ഒരു ബന്ധമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ നല്ലവണ്ണം ആലോചിക്കണം. നിങ്ങളുടെ മനസ്സ് ഒരിക്കലും ഒരു ശ്രദ്ധയും ഒരു ആലോചനയും ഇല്ലാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ട ഒരു പരിചയം കൊണ്ടോ സംസാരം കൊണ്ടോ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ കൊടുത്തു പോകരുത്. അത് നാം ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഒരു പക്ഷെ നിങ്ങൾക്കൊരു പക്ഷെ പിൻവാങ്ങാൻ പറ്റിയേക്കാം, പക്ഷെ ആ പെൺകുട്ടിയുടെ ജീവിതം ഭാവിയും അപകടപ്പെടാൻ അത് തന്നെ മതി. അപ്പൊ ഇത് വേർപെടാൻ കഴിയാത്തത് ജീവശാസ്ത്രപരമായ ഒരു ആണും പെണ്ണും തമ്മിലൊരു യോജിപ്പ് വേണം. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങൾ അത് അപ്പുണ്ടായ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. ഇത് പലപ്പോഴും വിവാഹം കഴിഞ്ഞ് 1-2 ദിവസം ജീവിക്കുന്നതോടു കൂടെ അതെന്താ നിങ്ങൾ ഒരു യാഥാർത്ഥ്യ ലോകത്തേക്ക് വഴി മാറുമ്പോൾ പിന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ തീരും. ആ വിവാഹം അഫെയർ ആകുകയാണെങ്കിൽ ചിലപ്പോൾ പിന്നെയും പോയി വരാം, പക്ഷെ വിവാഹമാകുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ അവസാനിക്കും. രണ്ടാമത്തെ ഒരു കാര്യം ഇതിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പാരൻസ്, മാതാപിതാക്കൾ, അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് എന്തൊരു ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അത് അഭിമാനത്തോടെ നിർവഹിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 1000 ആളുകളെ കുറിച്ചൊരു കല്യാണം നടത്തി പൊതുവെ അവരെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പെണ്ണ് എവിടുന്നാണ്? അത് അവൻ്റെ കോളേജിൽ തന്നെ അവൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ മനസ്സിലായി, അവരുടെ അഭിമാനം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്തിനാ അതിന് ആളുകൾ അങ്ങനെയാണ് കാണുന്നത്. ആ ഒരു നിലവാരത്തിൽ അതിനെ കാണുള്ളൂ. പിന്നെ
ജീവിതത്തിൽ വിവാഹം എന്നത് നല്ലൊരു അവസരമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഏജ് ഡിഫറൻസ് ഒരു 2, 3, 4 ഒക്കെ ഏജ് ഡിഫറൻസിൽ ആൺകുട്ടികൾക്കാണ് ഏറ്റവും വലിയ നഷ്ടം. സെയിം ഏജിൽ ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കുമ്പോൾ ഒരു 4, 5 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ മാനസികാവസ്ഥ മാറും. ഒരു 4, 5, 6 വയസ്സ് ഡിഫറൻസിൽ ഒരു പെൺകുട്ടിയെ നമ്മൾ പോയി കണ്ട് വെറും തുറന്ന മനസ്സോടെ കണ്ട് ഇഷ്ടപ്പെട്ട് സാഹചര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചോദിച്ച് വിവാഹം കഴിക്കുക എന്നുള്ളത് എത്ര നല്ലൊരു കാര്യം നിങ്ങൾ വിശ്വസിക്കുക. എനിക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കല്യാണം നിശ്ചയിച്ചിട്ടുണ്ട്, അടുത്ത ദിവസം നിക്കാഹാണ്, അടുത്ത ആഴ്ച. പക്ഷെ നിക്കാഹിൻ്റെ ഈ ഒരാഴ്ച മുമ്പ് അവനൊരു വിവരം കിട്ടി. അവന് വിവാഹം നിശ്ചയിച്ച പെൺകുട്ടി എന്ത് ചെയ്തിട്ടുണ്ട് അറിയോ? അവളുടെ കോളേജിലെ കുട്ടികളെ കൂട്ടി ഒരു സിനിമക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ വിവരം കിട്ടിയപ്പോൾ ഇവന് ചെറിയൊരു മാനസികമായൊരു മടുപ്പ്, അവിടെ ഇനി വേണോ വേണ്ടേ എന്നുള്ളൊരു സംശയം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തത്, അതിൻ്റെ പേരിലൊന്നും നിങ്ങൾ ഒഴിവാക്കണ്ട. സിനിമക്ക് പോയി എന്നുള്ള ഗുരുതരമായൊരു തെറ്റാണ്. കാരണം ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോകാൻ ധൈര്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കൾച്ചർ അവളുടെ മനസ്സിലും അവളുടെ കൂട്ടുകെട്ടിലും ഉണ്ടെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഒരു തെറ്റുപറ്റിപ്പോയി എന്നതുകൊണ്ട് അവളെ തിരുത്താനും അവളെ ഉപദേശിക്കാനും, ഒരു നല്ല കുട്ടിയാകുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പേരിൽ മാത്രം അവൾക്ക് നല്ലൊരു മാനസിക മാറ്റം ഉണ്ടായി നല്ലൊരു കുട്ടിയായി അവൾ മാറിയേക്കാം. പിന്നെ മാത്രമല്ല, വിവാഹം മുടങ്ങുമ്പോൾ, നിശ്ചയിച്ച വിവാഹം മുടങ്ങുമ്പോൾ നാട്ടുകാരൊക്കെ ചോദിക്കും എന്തുകൊണ്ട് വിവാഹം മുടങ്ങിയെന്ന്. അപ്പോൾ അവൾ സിനിമക്ക് പോയി, അങ്ങനെ പറ്റിയുള്ളൊരു മോശപ്പെട്ട ഒരു പ്രചാരണം നാട്ടിൽ വരാനും സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ സുഹൃത്ത് വളരെ ഉറച്ച തീരുമാനമെടുത്തു, എനിക്ക് അവൾ വേണ്ട എന്ന തീരുമാനത്തിലാണ് അവൻ എത്തിച്ചേർന്നത്. ഞാനിത് നിങ്ങളോട് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും നിലക്ക് സ്വാഭാവികമായും എന്തു ചെയ്യും, ഇങ്ങനത്തെ എന്തെങ്കിലും തിന്മകളിലും കാര്യങ്ങളിലും അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമില്ലാതെ ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു നല്ല കുട്ടിയെ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ സംതൃപ്തിപ്പെട്ട്, നമ്മുടെ പെങ്ങന്മാർക്കും നമ്മുടെ ജ്യേഷ്ഠന്മാർക്കും എല്ലാ ആളുകൾക്കും ഒക്കെ സംതൃപ്തിപ്പെടാവുന്ന രൂപത്തിൽ മാന്യമായൊരു അന്വേഷണം നടത്തി ഒരു വിവാഹം നടത്തണമെന്നാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ ജീവിതകാല അവസാനം വരെ ഒരു മാനസിക വിഷമത്തിലേക്ക് അവരെ എത്തിക്കാതിരിക്കാനും നമ്മൾ ഒരു അവിഹിത ബന്ധം ക്യാമ്പസുകളിൽ നിന്ന് ഉണ്ടാക്കുന്നതിൽ ഒഴിവാക്കണം. മറ്റൊന്ന് നിങ്ങൾക്കറിയാം, അവിഹിത ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഫോൺ ചെയ്യും, ചാറ്റ് ചെയ്യും, ഒക്കെ ചെയ്യും, നോക്കും, കാണും. ഇതൊക്കെ തെറ്റാണ്. 2 കൊല്ലം ഒരു ബന്ധം തുടരുമ്പോൾ 2 കൊല്ലവും നമ്മുടെ റെക്കോർഡിൽ തിന്മകൾ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്ര ഗുരുതരമായ തെറ്റാണ്. ഒന്ന് നോക്കുക എന്നുള്ളത് പോലും ഇസ്ലാമിൽ നിഷിദ്ധമായ കാര്യമാണ്. ഈ തെറ്റുകൾ നിരന്തരമായി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാകും. പിന്നെ മറ്റൊന്ന്, പ്രേമം വിവാഹങ്ങളായി പരിണമിക്കുമ്പോൾ ഹറാമിൽ നിന്ന് നമ്മൾ പശ്ചാത്തപിക്കാൻ വേണ്ടത്. ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ പശ്ചാത്തപിച്ച് മടങ്ങല്ലേ വേണ്ടത്. അത് വീണ്ടും വിവാഹമായി മുന്നോട്ട് പോയാൽ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും നമുക്കതിന്ന് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് ആലോചിക്കാം. അതിലൊക്കെ ഉപരി, നിങ്ങൾക്കൊക്കെ മക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, മക്കൾ പൊതുവെ ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ അവർക്ക് റെസ്പെക്റ്റ് ചെയ്യാനോ മാത്രവുമല്ല നിങ്ങൾക്ക് അവരെ ഉപദേശിക്കാനോ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഉറച്ചൊരു തീരുമാനമെടുത്ത്, ഇത് ഞാൻ പ്രോഫ്കോണിൽ പങ്കെടുത്തു, അതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തു, ഇത് 100% തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഇത്തരമൊരു ബന്ധം തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നാണ്. വലം യുസിറു അലാമ ഫഅലു. ഒരു കാര്യം പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ കുറിച്ച് ബോധ്യപ്പെട്ടാൽ ആ സെക്കൻഡിൽ അതിന് പിൻവാങ്ങുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വാക്കുകളെയും എല്ലാം അവഗണിച്ച് നമ്മുടെ ചില ന്യായങ്ങൾ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ജീവിതം നമ്മളെ പഠിപ്പിക്കും. ആരെയും പഠിപ്പിക്കാതിരുന്നിട്ടില്ല, ജീവിതം നമ്മളെ പഠിപ്പിക്കും. ആ സമയത്ത് നമ്മൾ ഒരുപക്ഷെ തിരിച്ചു വരാൻ ആഗ്രഹിച്ചാലും ഒരുപക്ഷെ നടക്കാത്തൊരു സമയമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇപ്പോൾ അഫെയറിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ എപ്പോഴും അഫെയറിൽ നമ്മൾ കാണുക പിന്നെ പെൺകുട്ടികൾക്കാണ് മുൻഗണന, ആൺകുട്ടികളെ ബാക്കിലാണ് കാണലധികം. പ്രേമിക്കുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, പെൺകുട്ടികളുടെ ബാക്കിലാണ് നടക്കല്. സാധാരണ വിവാഹത്തിൽ എന്താ നിങ്ങൾ മുൻഗണന പുരുഷനാണ്. അരിജാലു കവ്വാമൂന അൽ നിസാൻ. പക്ഷെ പ്രേമിച്ചവർ കല്യാണം കഴിച്ചാൽ അവരെന്നും ബാക്കിൽ നിൽക്കേണ്ടി വരും, ബാക്കിൽ നിന്ന് അങ്ങനെ പോകേണ്ടി വരും. കാരണം അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ തന്നെ മുന്നോട്ട് പോവുള്ളൂ കാര്യങ്ങൾ. ഒരു തൻ്റെ ഇടത്തോടു കൂടെയും അഭിമാനത്തോടു കൂടെയും ആരെ മുന്നിലും എഴുന്നേറ്റ് നിന്ന് സുഹൃത്തുക്കളെ ജീവിതകാലം മുഴുവൻ കൊണ്ടുപോകേണ്ട ഒരു വിവാഹത്തിന് അഭിമാനത്തോടൊരു കല്യാണം കഴിക്കാൻ സാധിക്കുക എന്നുള്ളത് വ്യക്തിത്വമുള്ള ഒരു ലക്ഷണമാണ്. അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ പറ്റുമ്പോഴേ നമ്മുടെ ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കേണ്ടപ്പോൾ ക്യാമ്പസിലൊക്കെ ഇത് ചെയ്യുന്ന ആളുകളൊന്നും പറയില്ലെങ്കിലും ഇത് കാണുന്നവരൊക്കെ മനസ്സിൽ, ഒരു പെണ്ണും ഒരാണും ഒരു ക്യാമ്പസിന്റെ മുറ്റത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ദൂരം നിന്ന് കാണുന്ന ഒരാളെ മനസ്സിൽ എന്താ തോന്നുന്നത്? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്താ തോന്നുക? നമുക്കൊന്നും തോന്നുന്നില്ലെങ്കിൽ വേറെ ആളുകൾക്ക് തോന്നുന്നുണ്ട്. ആ സ്വകാര്യമായി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുമ്പോൾ അവനൊരു നല്ലവനല്ല എന്നെ മനസ്സുകൊണ്ട് വിചാരിക്കാൻ പറ്റുള്ളൂ. ഇത്തരം തിന്മകളിൽ നിന്ന്, നമ്മുടെ അഭിമാനം നഷ്ടപ്പെടുന്ന തിന്മകളിൽ നിന്ന് തീർച്ചയായും പിൻവാങ്ങുക എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇത് കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്കൊരു അവസരം കിട്ടിയ ആളുകൾ നിലയ്ക്ക്
നിങ്ങൾ വൈകാതെ തീരുമാനിക്കണം. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇഹലോകത്തും പരലോകത്തും നമുക്കതിൻ്റെ ചില പ്രയാസങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് കാര്യം. ഞാൻ പലപ്പോഴും നമ്മളൊക്കെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ആയത്താണ് വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലങ്ക. കൗൺസിലിങ്ങിന് വരുമ്പോൾ പലർക്കും ഞാൻ മലയാള പരിഭാഷയിൽ വായിപ്പിക്കുന്ന ആയത്താണത്. അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളെക്കുറിച്ച് അവഗണിക്കുന്ന ആളുകൾക്ക് കുടുസായ ഒരു ജീവിതമുണ്ടായിരിക്കുമെന്ന് ഖുർആനിലുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കലാണ് ബുദ്ധി. എല്ലാ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് ശക്തി പ്രദാനം ചെയ്യുമാറാവട്ടെ.